ഹലോ, വെൽക്കം ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് നമുക്കൊരു അടിപൊളി എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് അത് ഉണ്ടാക്കുവാനായിട്ട്. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള റെസിപ്പിയാണിത്. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആ എഗ് ബിരിയാണി റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. എഗ് ബിരിയാണി ഉണ്ടാക്കുവാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ബസുമതി റൈസ് 2 കപ്പ്. ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് അളന്നെടുത്തതാണ്. അത് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം വെള്ളം വാരാൻ വെച്ചിരിക്കുന്നു. പിന്നെ 4 മുട്ട, സവോള അരിഞ്ഞത് 2 എണ്ണം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് 1 എണ്ണം, തക്കാളി 1 എണ്ണം അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, പിന്നെ സ്പൈസസ് ആയിട്ട് ഒരു ചെറിയ കറുവാപ്പട്ട, സ്റ്റാർ അനീസ്, 4 ഏലക്ക, 5 ഗ്രാമ്പു, പിന്നെ കുറച്ച് തൈര്, ആവശ്യത്തിന് ഉപ്പ്, പൊടികളായിട്ട് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗരം മസാലയാണ്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. പിന്നെ വേണ്ടത് കറിവേപ്പില, മല്ലിയില. മല്ലിയിലയുടെ വേറൊരു വകഭേദമാണ്. ഞങ്ങളുടെ ഇപ്പം വീട്ടിലൊക്കെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ടൈപ്പാണ്. ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. മല്ലിയിലയുടെ സെയിം എഫക്റ്റ് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയോ ബേ ലീഫോ ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ വേണ്ടത് കിസ്മസ്, അണ്ടിപ്പരിപ്പ്, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെയ്യ്, ആവശ്യത്തിന് വെള്ളം. എന്നാൽ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നന്നായിട്ട് ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതാണേലും മതി. പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ പാടില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നെയ്യാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെറിയ തോതിൽ ക്യാരറ്റ് ഫ്രൈ ആവണം. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. അപ്പോഴത്തേക്കിനും നമുക്ക് എടുത്ത് മാറ്റാം. ക്യാരറ്റ് ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങി. നമുക്കിനി കോരിയെടുക്കാം. കോരി മാറ്റിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഡ്രൈ സ്പൈസസ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച് സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വഴറ്റി കൊടുക്കുക. ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില ചെറുതായിട്ട് മുറിച്ചിടുക. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി നമുക്കൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് വഴറ്റുക. ആ പൊടികൾ സവോളയിലോട്ടും തക്കാളിയിലോട്ടും നന്നായിട്ട് പിടിച്ച് വരണം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ള തൈരാണ്. അധികം പുളിയില്ലാത്ത ടൈപ്പ് തൈര് വേണം. ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിവിടെ പുഴുങ്ങിയ 4 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 4 മുട്ടയും നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് ഇട്ട് കൊടുക്കണം, ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഗരം മസാലയാണ് ചേർക്കാനുള്ളത്. ഗരം മസാല 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുട്ടയിലോട്ട് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുവാണ്. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് കുതിർത്ത് വെച്ച അരി 2 കപ്പാണ്. അതിൻ്റെ നേരെ ഇരട്ടിയാണ് വെള്ളം ഒഴിക്കുന്നത്. ഈ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് അളന്നെടുത്തു. ഈ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം അളക്കാൻ പോകുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നത് ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കുക. അപ്പം ഞാൻ 4 കപ്പ് വെള്ളം ഒഴിക്കാൻ പോവാണ്. നാല് കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മുന്നിലോട്ട് നിൽക്കണം. എന്നാലേ അരി വെന്ത് കഴിയുമ്പോൾ അതിലേക്കൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. കുറച്ചും കൂടെ ഉപ്പ് വേണം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തം ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആദ്യം വഴറ്റി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ തീ എപ്പോഴും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുക. കിസ്മിസ് ഇപ്പോൾ ബോൾ പോലെ നല്ലപോലെ ഉരുണ്ട് വരും. ആ പരുവാകുമ്പോൾ തന്നെ നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബിരിയാണി എന്തായി നോക്കാം.
നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ബിരിയാണിക്ക് വലിയ എരിവെന്ന് പറയാനില്ല. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടിയാൽ മതി. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.